ഹരേ കൃഷ്ണ. എൻ്റെ സ്വന്തം ഗുരുവായൂരപ്പ, ഇന്നലെ നമ്മൾ ഗർഗഭാഗവത്തിൽ നിന്ന് ചർച്ച ചെയ്യാൻ പറ്റിയില്ല. ഇന്ന് അതിൻ്റെ തുടർച്ചയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചത്, അതായത് ഇന്നലത്തെ ദിവസത്തിന് മുമ്പേ എടുത്ത ആ വീഡിയോയിൽ ശ്രീമതി രാധാറാണി ഭഗവാനെ കാണുന്ന നിമിഷമാണ് നമ്മൾ കണ്ടത്. ആദ്യം രാധാറാണി ഭഗവാനെ ലഭിക്കാനായിട്ട് തുളസി ദേവിയുടെ പൂജ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. തുളസി പൂജയുടെ മഹാത്മ്യം നമ്മൾ പഠിച്ചു. തുളസി ദേവി എത്രത്തോളം ഭഗവാന് പ്രിയപ്പെട്ടതാണ്, ഭഗവാന്റെ സാമീപ്യം ലഭിക്കാൻ തുളസി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഭഗവാൻ ഒരു ഗോപികാ വേഷത്തിൽ ശ്രീമതി രാധാറാണിയുടെ കൊട്ടാരത്തിൽ പോകുന്നതും അവിടെ വെച്ച് ഭഗവാനെക്കുറിച്ച് ഭഗവാൻ തന്നെ കുറേ കുറ്റങ്ങൾ പറയുകയാണ്. അപ്പോൾ രാധാറാണി പറയുകയാണ്, ഇതൊരു സാധാരണ ഗോപനല്ല, ഇത് സാക്ഷാൽ ഭഗവാനാണ് എന്ന് രാധാറാണി തർക്കിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിൽ വന്നിട്ട് രാധാറാണിയെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം ഒരു ലീലയുടെ ഭാഗമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം രാധാറാണിയും ഭഗവാനായിട്ട് വ്യത്യാസമില്ല. കാരണം ഇതിനു മുമ്പേ തന്നെ ലളിതാ സഖി ഭഗവാന്റെ അടുത്ത് എന്നിട്ട് അങ്ങയുടെ സാമീപ്യം ആഗ്രഹിക്കുന്നു, അങ്ങ് രാധാറാണിയെ സ്വീകരിക്കണം എന്ന് പറഞ്ഞ ആ സമയത്ത് ഭഗവാൻ പറയുകയാണ്, ഞാനും രാധയായിട്ട് വ്യത്യാസമില്ല, രാധ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്, ഞാനില്ലാതെ രാധയില്ല, രാധയില്ലാതെ ഞാനില്ല. കാരണം ഭഗവാനും രാധാറാണിയും ഒന്നാണെന്നുള്ള ആ ഒരു തത്വം ഭഗവാൻ തന്നെ ലളിതാ സഖിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഭഗവാൻ അവതരിക്കുന്ന സമയത്ത് വ്യത്യസ്ത രീതിയിൽ ഭഗവാന്റെ ലീലകൾ പ്രകടമാകും. അത് നമുക്കെല്ലാവർക്കും ഭഗവാനായിട്ട് കൂടുതൽ അടുക്കാൻ വേണ്ടിയാണ്. എന്തായാലും ചർച്ച ആരംഭിക്കാം. അന്നേരം അതിനെ തുടർന്ന് ഭഗവാനും രാധാറാണിയും എങ്ങനെയാണ് ഒന്നിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് അടുത്ത അധ്യായത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഭഗവാന്റെ ലീലകളിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യലായിട്ടുള്ള, അതായത് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾ ഭഗവാനെ കുറ്റം പറയുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ ഭക്തിയിലിരിക്കുന്നവർക്കും പെട്ടെന്ന് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട്, അതായത് തത്വങ്ങൾ അറിയാത്ത, ശാസ്ത്രങ്ങളൊന്നും അധികം പഠിക്കാത്ത വ്യക്തികൾ, അവർക്ക് വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്, രാസലീല. എന്താണ് രാസലീല എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗർഗഭാഗത്തിലെ അടുത്ത അധ്യായം രാസലീലയെക്കുറിച്ചാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവതഃ സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാദാമധായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ. ശ്രീവാഷവാനവീ ദേവി ദൈതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണി രൂപാനുഗൃതസിദ്ധാന്തദ്വന്ദ്വഹാരിണി.
नमो गौरकिशोराय साक्षात् वैराग्यमूर्तये विप्रनम्बरसाम्बोधे पादाम्बुजाय ते नमो भक्तिविनोदाय सच्चिदानन्दनामिने गौरशक्तिस्वरूपाय रूपानुगौराय ते गौराविर्भावभूमेस्तं निर्भीष्टसज्जनप्रिय वैष्णवसर्वोमा श्रीजगन्नाथाय ते नमो महावदन्याय कृष्णप्रेमप्रदाय ते कृष्णाय कृष्णचैतन्यनामिने गौरतुस्यं पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिम् वंशाकल्पतरुभ्यश्च कृपासिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते रूपेश गोपिकान्त राधाकान्त नमोऽस्तुते। जयतां सुरदोपं गौर्ममन्दमतिर्गति मत्सर्वस्वपादाम्बोजो राधामदनमोहनो दिव्यद्वृन्दारण्यकल्पद्रुमदः श्रीमद्रत्नागारसिंहासनस्थो श्रीमद्राधा श्रीमद्गोविन्ददेवोत्तष्टानन्दसेव्यमानसो श्रीमण्डासुरसारं श्रीवटतटस्थितां कर्षं वेणुस्वनेर्गोपीं गोपीनाथश्रीस्थितां तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते प्रणमामि हरिप्रिये प्रणमामि हरिप्रिये। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे 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 राम राम हरे कृष्ण कृष्ण हरे हरे राम राम भगवं करोति वाचालं भङ्गं लङ्घयते गिरिं यत्कृपातमहं श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्येश्वरं हरि ओं तत्सत्। ഹരേ കൃഷ്ണ. നമുക്ക് ചർച്ച തുടരാം. ശ്രീമതി രാധാറാണി ഭഗവാനെ കണ്ട ഒരു ഭാഗമാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ബഹുലാശ്വ രാജാവ് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീമതി രാധാറാണിയുടെ ആ പ്രേമത്തെ പരീക്ഷിച്ച് നോക്കുകയായിരുന്നു. അത് നമുക്ക് ഇവിടെ വീണ്ടും ഞാൻ പറയുന്നു, ഇതെല്ലാം ഭഗവാന്റെ ഒരു ലീലയാണ്. ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനും രാധാറാണിയും ഒന്ന് തന്നെയാണ്. പക്ഷേ ഒരു ലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി, അതായത് നമ്മളൊരു സിനിമ എങ്ങനെ കാണുന്നു അതേപോലെ ഭഗവാൻ ഒരു രസത്തിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതാണ്. അന്നേരം പല പ്രാവശ്യവും ഭഗവാൻ ഇവിടെ വരുന്ന സമയത്ത് രാധാറാണിയെ കാണുന്നത് പല രീതിയിലായിരിക്കും, പല പല സന്ദർഭങ്ങളിലൂടെ ആയിരിക്കും രാധാറാണിയെ കാണുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യവും അത് വ്യത്യസ്ത സാഹചര്യങ്ങളാണ്. ഗോലോക വൃന്ദാവനത്തിലും അതേപോലെ തന്നെയാണ്. ഭഗവാനും രാധാറാണിയും ഓരോ ദിവസം കണ്ടുമുട്ടുന്നത് പല പല സ്ഥലങ്ങളിലായിട്ടാണ്, പല പല സാഹചര്യങ്ങളിലായിട്ടാണ്. അന്നേരം അതേപോലെ ഇതൊരു ലീലയായിട്ട് നമ്മൾ കാണുക. അന്നേരം ഇവിടെ ബഹുലാശ്വ രാജാവ് നാരദ മഹർഷിയുടെ ചോദിക്കുകയാണ്, ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയുടെ ആ പ്രേമത്തെ പരീക്ഷിച്ചു നോക്കിയതിന് ശേഷം, അത് കൂടാതെ ഭഗവാൻ വേഷം തിരിച്ച്, അതായത് ഭഗവാൻ ഗോപിക വേഷത്തിലായിരുന്നു, തിരിച്ച് അത് ഭഗവാൻ തന്നെയാണെന്ന് ഭഗവാൻ അത് വ്യക്തമാക്കി. അതിനുശേഷം ഭഗവാൻ എന്താണ് ചെയ്തത്, എന്ത് ലീലയാണ് രാധാറാണിയും ഭഗവാനായിട്ട് ലീലകൾ നടന്നതെന്ന് ചോദിക്കാം. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, മാധവ മാസത്തിൽ, അതായത് ഏപ്രിൽ മെയ് ആ മാസത്തിൽ വൃന്ദാവനം രണ്ട് രീതിയിൽ നമ്മൾ കലണ്ടർ നമുക്ക് നോക്കാൻ പറ്റും. 2-3 രീതിയിൽ, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഓരോരോ മാസങ്ങൾ, അതുകൂടാതെ നമ്മൾ വൈദിക രീതിയിൽ ഉള്ള മാസങ്ങളും പിന്നെ വൈഷ്ണവ രീതിയിലുണ്ട്. അങ്ങനെ വൈഷ്ണവ രീതിയിൽ ഓരോ മാസങ്ങൾക്കും ഭഗവാന്റേതായിട്ടുള്ള പേരുകൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മാധവ മാസം എന്ന് പറയുന്നു, ഏപ്രിൽ മെയ് മാസം. അവിടെ വൃന്ദാവനത്തിൽ എല്ലാം നല്ല പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ രാസലീല ആരംഭിച്ചു എന്ന് പറയുന്നു. അതിന് പൊതുവേ നമ്മൾ ശരത്കാല പൂർണിമ ആ സമയത്താണ് അത് കേൾക്കുന്നത്. അതിനു മുമ്പേ തന്നെ ഒരു രാസലീല നടന്നിട്ടുണ്ട്. അന്നേരം ശരത്കാല സമയത്ത് നടന്ന രാസലീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഹാരാസലീലയാണ്. അതായത് എല്ലാവർക്കും പങ്കെടുക്കാനായിട്ടുള്ള, ഇത് ഭഗവാന്റെ
അപ്പോൾ ഭഗവാൻ രാസനൃത്തം ആരംഭിച്ചു എന്ന് പറയുന്നു. അന്നേരം മാധവ മാസത്തിലെ 5-ാമത്തെ ദിവസത്തിൽ ചന്ദ്രൻ നന്നായി ഉദിച്ചു നിൽക്കുന്ന സമയത്ത് യമുനാ തീരത്ത് ഭഗവാൻ കൃഷ്ണൻ ശ്രീമതി രാധാറാണിയായിട്ട് രാസനൃത്തം ചെയ്തു എന്ന് പറയുന്നു. എന്നിട്ട് ഇവിടെ നാരദ മഹർഷി പറയുന്നു, അതേ നിമിഷത്തിൽ തന്നെ സ്വർണത്തിൻ്റെയും മാണിക്യത്തിൻ്റെയും മാണിക്യക്കല്ലിൻ്റെ തറ ഗോലോകത്തിൽ നിന്നും താഴെ ഇറങ്ങി വന്നു എന്ന് പറയും. ഇതൊന്ന് ആലോചിച്ച് നോക്കണേ. അന്നേരം വെറും തറയല്ല, കല്ലുകളുടെ മാണിക്യക്കല്ലിൻ്റെ തറ, സ്വർണം, അത് താഴെ വന്നു എന്ന് പറയുന്നു. ആ വൃന്ദാവനം, ഭൗമ വൃന്ദാവനം യഥാർത്ഥ, അത് അടയ്ക്ക് വാസ്തു, അതും കൂടെ പിന്നെ വെക്കാം കേട്ടോ. അപ്പോൾ യഥാർത്ഥ വൃന്ദാവനം ആവിർഭവിച്ചു ഭൂമിയിൽ. പലതരത്തിലുള്ള കൽപ്പവൃക്ഷങ്ങളും പല പല അത്ഭുതകരമായിട്ടുള്ള ചെടികളും കൊണ്ട് നിറഞ്ഞു അവിടെ. അത് ദേവേന്ദ്രൻ്റെ ആ ഉദ്യാനം ഒന്നുമല്ലാതെയായി. അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഭൗമ വൃന്ദാവനം മാറി. പലതരത്തിലുള്ള രത്നങ്ങൾ കൊണ്ടുള്ള പടികൾ, പല പല സ്വർണത്തിൻ്റെ കവാടങ്ങൾ, പല പല തരത്തിലുള്ള അരയന്നങ്ങൾ, താമരകൾ, യമുനാ തീരം ഇങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെയുള്ള കല്ലുകളെല്ലാം രത്നങ്ങളുടെ കല്ലുകളായിരുന്നു. മനസ്സിലായില്ല? അന്നേരം ഇതൊക്കെ വളരെ ലോജിക്കലാണ്. കാരണം നമുക്ക് ലഭിക്കുന്ന കല്ലുകൾ അതെല്ലാം എല്ലാം ഭൂമിയിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. അന്നേരം ഗോലോകത്തെ കല്ലുകളൊക്കെ സാധാരണ കല്ലല്ല, ഇവിടുത്തെ അമൂല്യമായിട്ടുള്ള രത്നങ്ങളുടെ കല്ലുകളാണ് അവിടെ, വലിയ വലിയ പാറകളൊക്കെ. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കൂ, മരതകത്തിൻ്റെ വലിയ കല്ലുകളും പിന്നെ മാണിക്യത്തിൻ്റെയൊക്കെ വലിയ വലിയ കല്ലുകളും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ എന്തുമായിരിക്കും അല്ലേ? അന്നേരം വലിയ വലിയ കുന്നുകളുണ്ടായിരുന്നു അമൂല്യമായിട്ടുള്ള രത്നങ്ങളുടെ. പല പല പക്ഷികളും, പല പല അതിസുന്ദരമായിട്ടുള്ള ചെടികൾ, പലതരത്തിലുള്ള ജലാശയങ്ങൾ, അതിമനോഹരമായിട്ടുള്ള ഗുഹകൾ. അന്നേരം ഭഗവാന് വനമാണ് ഇഷ്ടം. അന്നേരം വനപ്രദേശത്ത് കാണുന്ന ഒരു ഭംഗി അത് ഗോലോകത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അന്നേരം പലതരത്തിലുള്ള വണ്ടുകൾ, പിന്നെ പർവ്വതങ്ങളുടെ എല്ലാം രാജാവായ സാക്ഷാൽ ഗോവർദ്ധന പർവ്വതം വളരെ മനോഹരമായിട്ടിങ്ങനെ കാണപ്പെട്ടു. ഗോവർദ്ധനമായ യഥാർത്ഥ ആധ്യാത്മിക സ്വരൂപം വ്യക്തമാക്കി. ഗോവർദ്ധനത്തെ കണ്ടപ്പോൾ ഒരു വലിയൊരു ആന നിൽക്കുന്ന പോലെ തോന്നി. എല്ലാ നികുഞ്ചങ്ങൾ എന്ന് പറഞ്ഞാൽ വനക്കൂട്ടങ്ങൾ, മരങ്ങളുടെ കൂട്ടങ്ങൾ, അതൊക്കെ. അന്നേരം ആ പലതരത്തിലുള്ള നികുഞ്ചങ്ങളിൽ എല്ലാം പലതരത്തിൽ ഭഗവാനും രാധാറാണിക്കും വേണ്ടിയുള്ള മന്ദിരങ്ങളുണ്ടായിരുന്നു. പല പല വഴികളുണ്ടായിരുന്നു. ഈ സഭാമന്ദിരങ്ങളുണ്ടായിരുന്നു. ഭഗവാനും ഗോപികമാരും ഒക്കെ ഒത്തു ഇരിക്കാനായിട്ട് ഹാളുകൾ പോലെ ഉണ്ടായിരുന്നു. വരി വരിയായിട്ട് തൂണുകളുണ്ടായിരുന്നു. പല പല തോരണങ്ങൾ അവിടെ കെട്ടിവെച്ചിരിക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ടുള്ള കൊട്ടാരങ്ങളുണ്ടായിരുന്നു. പുഷ്പങ്ങൾ കെട്ടി കൊട്ടാരങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. എന്നിട്ട് പലതരത്തിലുള്ള സ്വർണ്ണ ഗോപുരങ്ങളും ചുവന്ന വെള്ള പൂക്കളുടെ ഇതളുകൾ വെച്ച് നിർമ്മിച്ചിരിക്കുന്ന ഗോപുരങ്ങളുണ്ട്. അങ്ങനെ അതിസുന്ദരമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. വസന്തകാലത്തിൻ്റെ ആ സമയമായിരുന്നു. അവിടെ പല കുയിലുകളും കരയുന്നു, കൊക്കുകളും മയിലുകളും, പിന്നെ തേൻ കുടിച്ച് മത്ത് പിടിച്ചിരിക്കുന്ന പല വണ്ടുകളും. അവരെല്ലാം ഭഗവാന്റെയും രാധാറാണിയുടെയും ലീലകൾ അവരുടെ രീതിയിൽ പാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നാരദ മഹർഷി പറയുന്നു. പിന്നെ താമരയിൽ നിന്നും ഉള്ള ആ സുഗന്ധം അതിമനോഹരമായിട്ടുള്ള ഒരു കാറ്റിലൂടെ ആ പ്രദേശത്തെല്ലാം വ്യാപിച്ചുകൊണ്ടേയിരുന്നു.
അതിസുന്ദരമായിട്ടുള്ള കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു യമുനാ തീരത്തിലൂടെ. ആ സമയത്ത് ഭഗവാന്റെയും രാധാറാണിയുടെയും നിത്യപാർഷദരായിട്ടുള്ള ഗോപികമാർ അവിടെ വന്നു. അവർ രാധാറാണിക്കും ഭഗവാൻ ഇരിക്കാനായിട്ടുള്ള ആസനങ്ങൾ തയ്യാറാക്കി പല രീതിയിൽ അതിനെ അലങ്കരിച്ചു. ചിലവർ കവാടത്തിൽ കാവൽക്കാരായിട്ട് നിന്നു. ചില ഗോപികമാർ രാധാറാണിയുടെ വളരെ അടുത്ത സഖിമാരായിരുന്നു. ചിലവർ ചാമരം വീശിയിരുന്നു. ചിലവർ മയിൽപ്പീലിയുടെ ആ ഒരു വിശറി വീശിയിരുന്നു. ചിലവർ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. പല പല പുഷ്പങ്ങൾ കയ്യിലിങ്ങനെ അലങ്കാരമായിട്ട് വെച്ചിരുന്നു. ചിലവർ വൃന്ദാവനത്തിനെ സംരക്ഷിക്കുന്നതായിട്ടുണ്ടായിരുന്നു. ചില ഗോപികമാർ ഗോവർദ്ധനത്തിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ചിലവർ പല പല നികുഞ്ചങ്ങൾ ഇങ്ങനെ അലങ്കരിക്കുന്നവരായിരുന്നു. ചിലവർ അതേ നികുഞ്ചത്തിൽ തന്നെ താമസിക്കുന്നു. ചില ഗോപികമാർ നർത്തകികളായിരുന്നു. ചിലവർ നല്ല അറിയാവുന്ന ഗോപികമാരുണ്ട്. പല പല സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ കഴിവുള്ളവർ. അവരെല്ലാം വളരെ ചെറുപ്പത്തിലായിരുന്നു. അവരുടെ മുഖമെല്ലാം ചന്ദ്രനെ പോലെ അതീവ തേജസ്വിയായിരുന്നു. അവരെല്ലാം 12 ഗ്രൂപ്പുകളായിട്ട് ഭഗവാൻ കൃഷ്ണൻ്റെ അടുത്തേക്ക് എത്തി എന്ന് പറയുന്നു. ഈ ഗോപികമാരെല്ലാം 12 ഗ്രൂപ്പുകളായിട്ട് ഭഗവാന്റെ അടുത്ത് എത്തി. എന്നിട്ട് യമുനാ നദിയുടെ നിറവും കൂടുതൽ കറുത്തു. യമുനാ നദിയുടെ നിറം ഭഗവാനെ പോലെ ഒരു കറുത്ത നിറമാണ്, കാർമുകിൽ നിറമാണ്. അന്നേരം ആ കൂടുതൽ കറുത്തു. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ സാക്ഷാൽ യമുനാദേവിയും രാസലീലയിൽ പങ്കെടുക്കാനായിട്ട് ഒരു ഗോപിക വേഷം എടുത്ത് വന്നു എന്ന് പറയുന്നു. പിന്നെ അതുകൂടാതെ ഗംഗാദേവി അവിടെ വന്നു. ഒരു വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, പവിഴത്തിൻ്റെ മാല ധരിച്ചുകൊണ്ട് ഒരു വിഭാഗം ഗോപിയുടെ നേതൃത്വം വഹിക്കുന്നത് ഗംഗാദേവിയായിരുന്നു. അതുകൂടാതെ രമാദേവി, സാക്ഷാൽ ലക്ഷ്മി ദേവിയും അവിടെ. അന്നേരം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ഭാഗത്ത് ലക്ഷ്മി ദേവി പോലും രാസലീലയിൽ പങ്കെടുക്കാൻ തപസ് ചെയ്യുന്നതായിട്ടും പറയുന്നുണ്ട്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് മിക്കവാറും ഭൂമിയിലുള്ള നമ്മുടെ ക്ഷീരസാഗരത്തിലുള്ള ലക്ഷ്മി ദേവി ആകാനാണ് സാധ്യത. അന്നേരം ലക്ഷ്മി ദേവി ക്ഷീരസാഗരത്തിലും ഉണ്ട്, വൈകുണ്ഠത്തിലും ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. വൈകുണ്ഠ ലോകങ്ങൾ, വൈകുണ്ഠവും നമ്മുടെ ഭൂമിക്കകത്തും വൈകുണ്ഠമുണ്ട്. അത് ക്ഷീരസാഗരത്തിലുള്ള വൈകുണ്ഠം. അപ്പോൾ രമാദേവി പലതരത്തിലുള്ള മാണിക്യക്കല്ലിൻ്റെയൊക്കെ ആഭരണങ്ങൾ ധരിച്ചുകൊണ്ട് ഒരു ഗോപിക വിഭാഗത്തിൻ്റെ നേതൃത്വം വഹിച്ചു. അതിനുശേഷം മധുമാധവി, അതും ഒരു ഗോപികയാണ്. അതിസുന്ദരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ദേവിയും അവിടെ എത്തുകയാണ്. വിരജാനദി, സ്വർണ്ണ നിറത്തിൽ ഉള്ള വിരജാനദിയും ഒരു പച്ച വസ്ത്രം ധരിച്ചുകൊണ്ട് അമൂല്യമായിട്ടുള്ള രത്നങ്ങളൊക്കെ ധരിച്ച് അവിടെ ദേവി എത്തി. അതിനുശേഷം ലളിതാ സഖിയുടെ ഗ്രൂപ്പ്, വിശാഖ സഖിയുടെ ഗ്രൂപ്പ്, പിന്നെ ലക്ഷ്മി ദേവി അവിടെ വന്നതായിട്ട് പറയുന്നു. ഇങ്ങനെ ശ്രീമതി രാധാറാണിയുടെ 8 കൂട്ടുകാരികൾ അവിടെ വന്നു. വേറെ 16 കൂട്ടുകാരികൾ വന്നു. അങ്ങനെ മൊത്തത്തിൽ 32 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഗോപികമാരുടെ. അന്നേരം ഇത്രയും ഗ്രൂപ്പ് ഗോപികമാരെല്ലാവരും അവിടെ വന്നു. ഭഗവാൻ ആ ഇത്രയും ഗോപികമാരുടെ മധ്യത്തിലായിട്ട് രാസ നൃത്തത്തിൽ ഇവരെല്ലാം വട്ടത്തിന് നിൽക്കുകയാണ്, ഭഗവാൻ കൃഷ്ണൻ മധ്യത്തിലും. അപ്പോൾ ഭഗവാന്റെ വേഷം കൂടുതൽ മനോഹരമായി. ഒരു നർത്തകനെ പോലെ ഭഗവാൻ കാണപ്പെട്ടു. മഞ്ഞ പീതാംബരം ഭഗവാന്റെ കൂടുതൽ തിളങ്ങാൻ തുടങ്ങി.
അന്നേരം ചന്ദ്രന് ചുറ്റും ഒരുപാട് നക്ഷത്രങ്ങൾ കൂടി നിൽക്കുന്നത് പോലെ ഭഗവാന് ചുറ്റും എല്ലാ ഗോപികമാരും നിൽക്കുകയാണ്. ഭഗവാന്റെ കയ്യിലൊരു വടിയുണ്ട്. ഭഗവാൻ ഒരു മാല ധരിച്ചിരിക്കുന്നു. അതിസുന്ദരമായിട്ടുള്ള കുണ്ടലങ്ങൾ, മയിൽപ്പീലി ചൂടിയിരിക്കുന്നു, ഓടക്കുഴൽ ഊതിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഭഗവാൻ പാടുകയുമുണ്ട്. അതിസുന്ദരിമാരായിട്ടുള്ള ഗോപികമാരെല്ലാം ഭഗവാന് ചുറ്റും നിൽക്കുകയാണ്. അവർക്കെല്ലാം ഭഗവാനോട് ഒരുപാട് സ്നേഹമുണ്ട്. ഭഗവാൻ കൂടുതൽ ഭഗവാന്റെ ആ ഒരു ദേഹകാന്തി വർദ്ധിച്ചു. ഭഗവാനും രാധാറാണിയും രാസലീലയിൽ പങ്കെടുക്കാൻ ആരംഭിച്ചു. ഭഗവാൻ ശ്രീമതി രാധാറാണിയുടെ കൈകൾ പിടിച്ചു. എന്നിട്ട് യമുനാ തീരത്ത് അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. വൃന്ദാവനത്തിലെ ആ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിക്കുമായിരുന്നു. എന്നിട്ട് രാധാറാണിയായിട്ട് വളരെ മധുരമായിട്ട് സംസാരിക്കുകയായിരുന്നു ഭഗവാൻ കൃഷ്ണൻ. എന്നിട്ട് യമുനാ തീരത്തിൻ്റെ അടുത്തായിട്ട് ഭഗവാനും രാധാറാണി ഇരിക്കുകയാണ്. ചിരിച്ചുകൊണ്ടും തമാശകൾ പറഞ്ഞുകൊണ്ടും രാധാറാണിയുടെ കൂട്ടത്തിൽ ഒരു നികുഞ്ചം വിട്ട് അടുത്ത നികുഞ്ചത്തിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഭഗവാൻ പെട്ടെന്ന് രാധാറാണിയുടെ കൈ വിട്ടിട്ട് മരങ്ങളുടെ ഇടയിൽ പോയി ഒളിച്ചിരുന്നു. അന്നേരം ഭഗവാനെ കണ്ടുപിടിക്കാനായിട്ട് രാധാറാണി ഇങ്ങനെ ഓരോരോ മരങ്ങളുടെ പുറകെ പോവുകയാണ്. അങ്ങനെ അവസാനം ഭഗവാനെ പിടികൂടി എന്നുള്ളത്. അതിനുശേഷം രാധാറാണി അവിടുന്ന് ഭഗവാന്റെ നോട്ടത്തിൽ നിന്നും അവിടുന്ന് മാറി. എന്നിട്ട് രാധാറാണിയുടെ പാദസരം ഇങ്ങനെ കിലുങ്ങിക്കൊണ്ട് രാധാറാണിയും പലയിടത്തും ഇങ്ങനെ പോയി ഒളിക്കുകയാണ്. അപ്പോൾ രാധാറാണി മരത്തിൻ്റെ പുറകെ പോയി ഒളിച്ചു. അന്നേരം ഭഗവാൻ ഇങ്ങനെ കണ്ടുപിടിക്കുകയാണ്. എവിടെയൊക്കെ രാധാറാണി പോയി ഒളിക്കുന്നു അവിടെയൊക്കെ ഭഗവാൻ കൃഷ്ണൻ തൊട്ട് പുറകെ ഉണ്ടായിരുന്നു, ഒരു കൈ അകലത്ത്. അന്നേരം രാധാറാണി പല മരങ്ങളുടെ ഇടയിൽ കൂടെ ഇങ്ങനെ ഓടുകയാണ്. അന്നേരം ഇവിടെ പറയുന്നു, ഭഗവാൻ കൃഷ്ണനെ കാണുമ്പോൾ ഒരു തമാൽ വൃക്ഷത്തെ പോലെയും രാധാറാണിയെ കാണുമ്പോൾ ഒരു സ്വർണത്തിൻ്റെ മരത്തെ പോലെയും കാണപ്പെട്ടു എന്ന് പറഞ്ഞു. അതോ ഈ മഴക്കാലത്ത് നല്ല കാർമേഘം ഗർജിക്കുന്ന സമയത്ത് ഭഗവാന്റെ നിറം കാർമേഘത്തെ പോലെയും പിന്നെ ആ മിന്നൽ പോലെയാണ് രാധാറാണിയുടെ നിറം എന്ന് പറയുന്നു. ഭഗവാൻ കാമദേവനെക്കാട്ടിയും അതീവ സുന്ദരനായിട്ട് രാധാറാണിയുടെ ഒത്ത് ഇങ്ങനെ ലീലകൾ ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. പിന്നെ ഭഗവാൻ രാസമണ്ഡലത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. എല്ലാ ഗോപികമാരും ഒപ്പം ഭഗവാനോടൊപ്പം പാട്ട് പാടാനും നൃത്തം ചെയ്യാനും തുടങ്ങി. അതേ സമയത്ത് തന്നെ അവിടെ ഭഗവാൻ അസംഖ്യം രൂപങ്ങളെടുത്തു. എന്നിട്ട് ഓരോ ഗോപികമാരുടെ അടുത്തും നിന്ന് ഭഗവാൻ നൃത്തം ചെയ്യാൻ തുടങ്ങി. പല രാഗങ്ങളിൽ അവർ പാടുകയും സംഗീതം ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. മൃദംഗം കൊട്ടുന്നുണ്ടായിരുന്നു, കർത്താലം അടിക്കുന്നുണ്ടായിരുന്നു. ഗോപികമാരുടെയും ഭഗവാന്റെയും കഴുത്തിലുള്ള മാല അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും ഭഗവാന്റെ കീർത്തികൾ ആലപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാ ഗോപികമാരും എല്ലാ തരത്തിലുള്ള ക്ലേശങ്ങളെയും മറന്ന് അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. അതിനുശേഷം യമുനയിൽ ഇറങ്ങി എല്ലാ ഭഗവാനും ഗോപികമാരും അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തളിച്ചിങ്ങനെ കളിക്കാൻ തുടങ്ങി. അതേ സമയത്ത് തന്നെ ആകാശത്ത് നോക്കിയപ്പോൾ വിദ്യാധരന്മാരുടെയും പല ദേവന്മാരുടെ ഭാര്യമാരും ഗന്ധർവന്മാരും എല്ലാം അവിടെ മുകളിൽ നിന്നും ഈ രാസലീലയൊക്കെ കണ്ടിട്ട് അസൂയപ്പെടുകയായിരുന്നു. അവർ വിചാരിക്കുകയായിരുന്നു ഈ ഗോപികമാരുടെ ഭാഗ്യം എത്രമാത്രം ഉണ്ടെന്ന് അവരിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എന്നിട്ട് ദേവന്മാരെല്ലാം പുഷ്പം എറിയുകയായിരുന്നു ഭഗവാന്റെ മുകളിലും ഗോപികമാരുടെ മുകളിലും. അപ്പോൾ നാരദ മഹർഷി പറയുന്നു, ഈ രാസലീലയിൽ പങ്കെടുത്തതിന് ശേഷം ഭഗവാൻ കൃഷ്ണൻ ഗോപികമാരുമായിട്ട് ഗോവർദ്ധന പർവ്വതത്തിൽ പോയി. അവിടെ ഗോവർദ്ധന പർവ്വതത്തിൽ ഒരു ഗുഹയിൽ രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു തറയുണ്ടായിരുന്നു. അവിടെ ശ്രീമതി രാധാറാണിയായിട്ട് രാസലീലയിൽ പങ്കെടുത്തു ഭഗവാൻ അവിടെ പുഷ്പങ്ങൾ കൊണ്ട് തന്നെ ഒരു ആസനമുണ്ടായിരുന്നു.
അവിടെ ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും ഇരിക്കുകയാണ്. ഗോപികമാരെല്ലാവരും സന്തോഷത്തോടു കൂടി രാധാറാണിയെ ചന്ദനം കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങി. കുങ്കുമം, യാവക, അഗുരു, പിന്നെ കൺമഷി അതൊക്കെ വെച്ച് രാധാറാണി ഒരുക്കുകയാണ്. ഗോപികമാരെല്ലാവരും രാധാറാണിയെ പൂജിക്കാൻ തുടങ്ങി. പല പല വിഭവങ്ങളും രാധാറാണിക്ക് കഴിക്കാനായിട്ട് കൊടുക്കുകയാണ്. ശ്രീമതി രാധാറാണി നൂപുരം കൊടുക്കുകയാണ്. രാധാറാണിയുടെ കാലിലായിട്ടുള്ള പാദസരം. ഗംഗാദേവി വേറൊരു തരത്തിലുള്ള പാദസരം കൊടുക്കുകയാണ്. രമാദേവി പലതരത്തിലുള്ള ആഭരണങ്ങൾ രാധാറാണിക്ക് കൊടുക്കുകയാണ്. മധുമാധവി കഴുത്തിൽ അണിയാൻ ഒരു നെക്ലസ് കൊടുക്കുകയാണ്. വിരജാദേവി ഒരു പ്രത്യേകതരം, അതായത് കൂടാനുകൂടി ചന്ദ്രൻ്റെ തിളക്കമുള്ള, അത്രത്തോളം തിളക്കമുള്ള ഒരു നെക്ലസ് വിരജാനദി രാധാറാണിക്ക് കൊടുക്കുകയാണ്. ലളിതാ സഖി ഒരു കൂട്ടം രത്നങ്ങളുടെ ഒരു ചെറിയൊരു ബോക്സ് അത് കൊടുക്കുകയാണ്. വിശാഖ സഖി ഒരു കഴുത്തിൽ അണിയാനുള്ളൊരു മാല കൊടുക്കുകയാണ്. ചന്ദ്രാനന സഖി രാധാറാണിക്ക് രത്നങ്ങൾ പതിപ്പിച്ച മോതിരം കൊടുക്കുകയാണ്. ഇനി സാക്ഷാൽ ഏകാദശി ദേവി, അത് ഭഗവാന്റെ ശക്തിയാണ്, അതാണ് ഏകാദശി തിഥി. ഏകാദശി ദേവി രാധാറാണിക്ക് കയ്യിൽ അണിയാൻ 2 വളകൾ കൊടുക്കുകയാണ്, പല പല രത്നങ്ങൾ പതിപ്പിച്ച. പിന്നെ ശതചന്ദ്രാനന തോൾവളകളും കൊടുക്കുകയാണ് രാധാറാണിക്ക്. മധുമതി ദേവി പലതരത്തിലുള്ള തോൾവളകൾ വീണ്ടും കൊടുക്കുകയാണ്. ഇനി ബന്ദി ദേവി കുണ്ടലങ്ങൾ കൊടുക്കുകയാണ്. സുഖ്യാതന ദേവി കുണ്ടലങ്ങൾ കൊടുത്തു. എന്നിട്ട് ആനന്ദി ദേവി രാധാറാണിക്ക് പ്രത്യേകതരം ഒരു ആഭരണം കൊടുക്കുകയാണ്. പത്മാദേവി രാധാറാണിക്ക് വേണ്ടിയുള്ള തിലകം കൊടുക്കുകയാണ്. ഒരു മിനിറ്റ്. നീളത്തിലുള്ള ഒരു തിലകം കൊടുക്കുകയാണ്. ചന്ദ്രകലാദേവി ഒരു റൗണ്ടിനുള്ള ഒരു പൊട്ട് കൊടുക്കുകയാണ്. പത്മാവതി ദേവി രാധാറാണിക്ക് പവിഴത്തിൻ്റെ ഒരു മൂക്കൂത്തി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് രാധാറാണിയുടെ കൂട്ടുകാരിയായ ചന്ദ്രകാന്ത ഒരു പ്രത്യേകതരം ആഭരണം, സൂര്യനെ പോലെ നന്നായി തിളങ്ങുന്ന ഒരു ആഭരണം കൊടുക്കുകയാണ് രാധാറാണിക്ക്. സുന്ദരി എന്ന് പറയുന്ന ഒരു ഗോപി ഏറ്റവും അമൂല്യമായിട്ടുള്ള ഒരു രത്നം കൊടുക്കുകയാണ്. പ്രഹർഷനി ഒരു അമൂല്യമായിട്ടുള്ള ഒരു രത്നാഭരണം കൊടുക്കുകയാണ്. വൃന്ദാദേവി ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും കാന്തിയുള്ള ആഭരണങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ പർവ്വതങ്ങളുടെ എല്ലാം രാജാവായ ഗോവർദ്ധനഗിരിയുടെ മുകളിൽ ഈ ആഭരണങ്ങളൊക്കെ ധരിച്ച് രാധാറാണി അതീവ സുന്ദരിയായിട്ട് മാറി. ഭഗവാൻ കൃഷ്ണനും അതീവ സുന്ദരനായിട്ട് മാറി. അന്നേരം ഗോവർദ്ധനഗിരിയിൽ രാധാറാണിയെ അലങ്കരിച്ച ആ സ്ഥലത്തിൻ്റെ പേര് ശൃംഗാര മണ്ഡലം എന്നാണ്. അതിനുശേഷം എല്ലാ ഗോപികമാരുമായിട്ടൊത്ത് ഭഗവാൻ കൃഷ്ണൻ ചന്ദ്ര സരോവരത്തിലേക്ക് പോയി. ആ ചന്ദ്ര സരോവരത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഗോപികമാരുമായിട്ട് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുകയായിരുന്നു. അപ്പോൾ സാക്ഷാൽ ചന്ദ്രദേവൻ തന്നെ വന്നു. ചന്ദ്രദേവൻ വന്നിട്ട് 2000 ഇതൾ ഉള്ള താമരകൾ ഭഗവാന് കൊടുക്കുകയാണ്. അതുകൂടാതെ ചന്ദ്രകാന്ത രത്നത്തിൻ്റെ 2 ചന്ദ്രകാന്ത രത്നങ്ങളും രാധാറാണിക്കും ഭഗവാൻ കൃഷ്ണനും കൊടുക്കുകയാണ്. അങ്ങനെ വൃന്ദാവനത്തിൽ കുറേ ലീലകൾ ചെയ്തതിന് ശേഷം ഭഗവാൻ പിന്നെ ബഹുലവനത്തിലേക്ക് പോവുകയാണ്. അവിടെ ഒരുപാട് പുഷ്പങ്ങളുടെ ചെടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
അപ്പം ഭഗവാൻ നോക്കി എല്ലാ ഗോപികമാരും ഏകദേശം രാസനൃത്തത്തിൽ പങ്കെടുത്ത് തളർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ മേഘമലാർ രാഗം ഓടക്കുഴൽ ഊതി. ഉടൻ തന്നെ അവിടെ കാർമേഘം വന്നു. എന്നിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഒരു പ്രത്യേകതരം കാറ്റും അവിടെ വീശാൻ തുടങ്ങി. അന്നേരം ഈ രാഗങ്ങളെല്ലാം തുടങ്ങിയിരിക്കുന്നത് ഭഗവാന്റെ ലോകത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും നമ്മൾ പല പല രാഗത്തിൻ്റെയും ബന്ദിഷുകൾ എന്ന് പറയുമല്ലോ, അത് ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ. അന്നേരം അതിലൊക്കെ പൊതുവെ നമ്മൾ വിചാരിക്കുന്ന കർണാടക സംഗീതത്തിൽ നിന്നാണ് ഹിന്ദുസ്ഥാനി സംഗീതം വന്നതെന്ന്. പക്ഷേ കർണാടകമാണെങ്കിലും ഹിന്ദുസ്ഥാനി ആണെങ്കിലും ഒരേ ഒരു സംഗീതമേ ഉള്ളൂ, അത് വൃന്ദാവനത്തിലെ സംഗീതമാണ്. മനസ്സിലായില്ലേ? അന്നേരം ആ വൃന്ദാവനത്തിലെ സംഗീതമായിട്ട് കുറച്ചും കൂടെ സാമ്യമുള്ളത് ഹിന്ദുസ്ഥാനി സംഗീതത്തിനാണ്. പക്ഷേ ഹിന്ദുസ്ഥാനി സംഗീതത്തിനും അപ്പുറത്തായിട്ട് ബ്രജത്തിലൊരു സംഗീതമുണ്ട്, അത് ഇന്ന് ആർക്കും ആക്സസിബിൾ അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ വിരളമായിട്ടുള്ള കുറച്ച് ഭക്തർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. അത് നിത്യവും ഭഗവാന്റെ ബ്രജത്തിൽ, ഭഗവാന്റെ ഗോലോകത്തിൽ പാടുന്ന സംഗീതമാണ്, പല പല രാഗങ്ങളും. അന്നേരം ഭഗവാൻ ഓടക്കുഴൽ ഊതിയപ്പം തന്നെ ഒരു അതിസുന്ദരമായിട്ടുള്ള കാറ്റ് അവിടെ വീശാൻ തുടങ്ങി. ഗോപികമാർക്കെല്ലാം ഒരുപാട് സന്തോഷമായി. എന്നിട്ട് ഗോപികമാരെല്ലാം ഭഗവാന്റെ കീർത്തികൾ ആലപിക്കാൻ തുടങ്ങി. എന്നിട്ട് രാധാകാന്തനായ ഭഗവാൻ പിന്നെ താളവനത്തിലേക്ക് പോയി. അവിടെ താളവനത്തിൽ ഭഗവാൻ രാസമണ്ഡലം കണ്ടെത്തി. എന്താണ് ഈ രാസമണ്ഡലം എന്ന് പറഞ്ഞാൽ ഗോപികമാർക്ക് ഒത്തുകൂടി നൃത്തം ചെയ്യാൻ പറ്റുന്നത്. അന്നേരം വൃന്ദാവനത്തിൽ പല പല സ്ഥലങ്ങളുണ്ട് രാസലീല നടന്ന, അതിനെല്ലാം രാസമണ്ഡലം എന്നാണ് പറയുന്നത്. അവിടെ വട്ടത്തിന് എല്ലാ ഗോപികമാരും ഒത്തുകൂടി. എന്നിട്ട് ഭഗവാൻ നടുക്കായിട്ട് അവിടെ കുറേ നൃത്തം ചെയ്തു ഭഗവാനും രാധാറാണിയും ഗോപികമാരും എല്ലാം. അപ്പോഴത്തേക്കും അവർക്കെല്ലാം വളരെയധികം തളർച്ച തോന്നി, ദാഹവും തോന്നി. അന്നേരം ഉടൻ തന്നെ അവരെല്ലാവരും കൈകൂപ്പി ഭഗവാനോട് പറഞ്ഞു, കൃഷ്ണ, യമുന ഇപ്പോൾ ഒരുപാട് ദൂരെയാണ്, നമുക്ക് ഒരുപാട് ദാഹം തോന്നുന്നു പറഞ്ഞു. അന്നേരം നമുക്ക് വെള്ളം കുടിക്കണമെന്ന് തോന്നുന്നുണ്ട്. അങ്ങ് ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം സൃഷ്ടി നടത്തുന്ന ആളാണ്, പരിപാലനം ചെയ്യുന്ന ആളാണ്, എല്ലാ ലോകത്തെ സംഭരിക്കുന്ന ആളുമാണ്. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ ഓടക്കുഴലിൽ വെച്ച് തറയിലൊന്ന് തൊട്ടു. ഉടൻ തന്നെ ഗംഗാദേവിയുടെ പ്രവാഹം അതിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി. അന്നേരം ഈ വേത്രഗംഗയിൽ ആരെങ്കിലും കുളിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഈ ലോകത്ത് ഇവിടെ ജനിക്കേണ്ടി വരത്തില്ല. എല്ലാ തരത്തിലുള്ള പാപകർമ്മങ്ങൾ, അന്നേരം ഇതൊക്കെ വൃന്ദാവനത്തിലെ പല പല സ്ഥലങ്ങളാണ് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം അവിടെ ആ വേത്രഗംഗയിൽ കുടിച്ച് അതോടുകൂടി എല്ലാവരും ഗോലോകത്ത് പോകും എന്നൊരു അനുഗ്രഹം നാരദ മഹർഷി ഇവിടെ പറയുന്നു. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ അതീവ സുന്ദര, കോടാനുകൂടി കാമദേവനെ കാട്ടി സുന്ദരനായ ഭഗവാൻ വീണ്ടും അവിടെ ജലക്രീഡ ചെയ്യാൻ തുടങ്ങി രാധാറാണിയും ഗോപികമാരുമായിട്ട്. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ കുമുദവനത്തിൽ പോയി. അവിടെ പലതരത്തിലുള്ള വണ്ടുകളുടെ ശബ്ദവും, അവിടെ വീണ്ടും ഗോപികമാരുമായിട്ട് ഭഗവാൻ നൃത്തം ചെയ്തു. എന്നിട്ട് എല്ലാ ഗോപികമാരും നോക്കി നിൽക്കെ രാധാറാണി സ്വയം ഭഗവാൻ കൃഷ്ണനെ അലങ്കരിക്കാൻ തുടങ്ങി, പല പല പൂക്കൾ കൊണ്ടും ആഭരണങ്ങൾ കൊണ്ടും. ഇങ്ങനെ ഭഗവാന്റെ അരഭാഗം ചമ്പക പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു ബെൽറ്റ് പോലെ രാധാറാണി അരക്കിങ്ങനെ കെട്ടി. എന്നിട്ട് ഭഗവാന്റെ തോൾ വളകളെ പോലെ സ്വർണ്ണയുതി എന്ന് പറയുന്ന പൂക്കളെ കൊണ്ട് അലങ്കരിച്ചു. ഇനി മോഹിനി പുഷ്പങ്ങളുടെയും മാലിനി, കുന്ത, കേതകി എന്നീ പുഷ്പങ്ങളുടെ മാല ഭഗവാൻ ധരിച്ചു. ഭഗവാന്റെ ചെവി ഭാഗത്ത് താമര കൊണ്ട് അലങ്കരിച്ചു, 2 ചെവികളും. 1000 ഇതളുള്ള താമരകൾ കൊണ്ട്. ഇനി ഭഗവാന്റെ കിരീടത്തിനായിട്ട് കദംബ വൃക്ഷത്തിന്റെ പുഷ്പങ്ങൾ കൊണ്ട് ഭഗവാന്റെ കിരീടവും ഭഗവാന്റെ കയ്യിൽ വളകളും കദംബ വൃക്ഷത്തിന്റെ ആക്കി. എന്നിട്ട് മന്ദാര പുഷ്പത്തിന്റെ ഒരു ഉടുപ്പ് ഭഗവാന് വേണ്ടി തയ്യാറാക്കി. എന്നിട്ട് ഭഗവാന്റെ കയ്യിലിരിക്കുന്ന വടി താമര കൊണ്ട് അലങ്കരിച്ചു. അതിനുശേഷം
തുളസി മഞ്ചരികൾ കൊണ്ട് ഒരു മാല കെട്ടി, തുളസി മഞ്ചരിയും വനത്തിലെ പല പുഷ്പങ്ങളും കൊണ്ടും ഒരു മാല ചാർത്തി ഭഗവാന്റെ കഴുത്തിൽ. അങ്ങനെ ഭഗവാനെ അലങ്കരിച്ചു. അങ്ങനെ ഭഗവാന്റെ പ്രിയപ്പെട്ട രാധാറാണിയും ഗോപികമാരുമായിട്ട് വളരെയധികം സന്തോഷത്തിൽ കഴിയുകയാണ്. പിന്നെ മൃദംഗം, വീണ, ഓടക്കുഴൽ, കർത്താളം, അങ്ങനെ പല പല വാദ്യ ഉപകരണങ്ങൾ കൊണ്ട് ഗോപികമാർ പല പല രാഗങ്ങൾ പാടാൻ തുടങ്ങി. എന്നാൽ ഇവിടെ പറയുന്നു, പല പല താഴ്ന്ന പിച്ചിൽ, മധ്യ പിച്ചിൽ, ഏറ്റവും ഹൈ പിച്ചിൽ, അങ്ങനെ 3 പിച്ചിലും സപ്തസ്വരങ്ങളുടെ പല പല രാഗങ്ങളും പാടി. ഭൈരവരാഗം പാടി, മേഘമൽഹാർ പാടി, ദീപകരാഗം, മാലഘോഷക, ശ്രീരാഗ, ഹിന്ദോള രാഗം, ഇതെല്ലാം പാടി. ഇതിനോടൊപ്പം തന്നെ എല്ലാവരും പല രീതിയിലും നൃത്തം ചെയ്യുകയാണ്. ഭഗവാനോട് പല രീതിയിലും ഭഗവാനെ ഇങ്ങനെ ഏറെ കണ്ടിട്ട് നോക്കുകയും അങ്ങനെ ഭഗവാനെ വളരെയധികം സന്തോഷിപ്പിച്ചു ഗോപികമാരെല്ലാവരും. ഭഗവാൻ ഒരുപാട് സന്തോഷിച്ചു. അതിനുശേഷം ഭഗവാൻ ഗോപികമാരുമായിട്ടൊത്ത് രാധാറാണിയുടെ ലീലകൾ വർണ്ണിക്കാൻ തുടങ്ങി. രാധാറാണിയെക്കുറിച്ച് പ്രകീർത്തിക്കാൻ തുടങ്ങി ഭഗവാൻ കൃഷ്ണനും മറ്റു ഗോപികമാരും. ഇതിനുശേഷം ഭഗവാൻ മധുവനത്തിൽ പോയി. അവിടെ രാധാറാണിയായിട്ട് വീണ്ടും രാസനൃത്തം ചെയ്തു, രാസേശ്വരിയായ രാധാറാണിയായിട്ട്. അങ്ങനെ വൈശാഖ മാസത്തിൽ വളരെ വിജനമായിട്ടുള്ളൊരു വനത്തിൽ മാലതി പുഷ്പങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന അതിസുന്ദരമായിട്ടുള്ള കാറ്റ് വീശുന്ന ആ സ്ഥലത്ത് ഭഗവാൻ ഗോപികമാരുമായിട്ട് നൃത്തം ചെയ്തു എന്ന് പറയുന്നു. ഇനി ഈ ഒരു അധ്യായം കഴിഞ്ഞു, നമുക്ക് ചർച്ച തുടരാം. രാസലീല കണ്ടിന്യൂ ചെയ്യണം. ഇത് കഴിഞ്ഞതിന് ശേഷം രാസലീലയെക്കുറിച്ചുള്ള കൺഫ്യൂഷൻസ് എന്തൊക്കെയാണ്, അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഭഗവാൻ കൃഷ്ണൻ ഗോപികമാരുമായിട്ടൊത്ത് കുന്തവനത്തിലേക്ക് പോയി. കുന്തവനം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കുന്തവനത്തിലേക്ക് പോയി. അവിടെ മാലതി പുഷ്പം, മാവ് അല്ലെ, മാമ്പഴം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന മാവുണ്ടായിരുന്നു, പല മാവുകളുണ്ടായിരുന്നു, ഓറഞ്ചിൻ്റെ പല പല മരങ്ങളുണ്ടായിരുന്നു, നാരങ്ങയുടെ മരങ്ങളുണ്ടായിരുന്നു, മാതളത്തിൻ്റെ, പിന്നെ മുന്തിരിങ്ങയുടെ, പിന്നെ ബദമാൻ, കദംബ, ശ്രീഫല, കുതജ, വടവൃക്ഷം, പനസ, പിപ്പൾ, തുളസി, കോവിദാര, കേതകി, കദളി. ഈ കദളി നമ്മുടെ കദളിയാണോ അല്ലേ? കരില, ബുക്കുല, മന്ദാരം, ഇങ്ങനെ പല പല സുന്ദരമായിട്ടുള്ള വൃക്ഷങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഭഗവാൻ കൃഷ്ണൻ കാമവനത്തിലേക്ക് എത്തി. അന്നേരം ഓരോരോ വനങ്ങൾ മാറി ഭഗവാൻ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. അവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ ഭഗവാൻ ഓടക്കുഴൽ ഊതാൻ തുടങ്ങി. ആ ഓടക്കുഴൽ നാദം കേട്ടിട്ട് വ്രജത്തിലെ എല്ലാ ഗോപികമാരും ബോധം കെട്ടു എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് മനോഹരമായിരുന്നു. ഗോപികമാർക്കെല്ലാം ഭഗവാന്റെ അടുത്ത് എത്താൻ ഒരുപാട് തീവ്രമായിട്ടുള്ള ആഗ്രഹം വന്നു. എന്നിട്ട് എന്തിനേറെ പറയുന്നു, ആകാശത്തൂടെ സഞ്ചരിക്കുന്ന ദേവന്മാരുടെ പത്നിമാർ പോലും ബോധം കെട്ടു പോയി. അത്രയ്ക്ക് ആകർഷകമായിരുന്നു ഭഗവാൻ കൃഷ്ണന്റെ ഓടക്കുഴൽ. എന്നാൽ ഇവിടെ പറയുന്നു, 4 തരത്തിലുള്ള ചരവും അചരവുമായിട്ടുള്ള എല്ലാ ചരവും അചരവുമായിട്ടുള്ള എല്ലാ ജീവജാലങ്ങളും സ്തംഭിച്ചു പോയെന്നാണ് പറയുന്നത്. അതായത് വൃക്ഷങ്ങളും പക്ഷികളും എല്ലാവരും സ്തംഭിച്ചു പോയി എന്ന് പറയുന്നു. നദികളും വെള്ളച്ചാട്ടങ്ങളും എല്ലാം സ്തംഭിച്ചു പോയി. എന്നിട്ട് പർവ്വതങ്ങളൊക്കെ, പാറകളൊക്കെ ഉരുകാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അതായത് ജീവനുള്ള എല്ലാ വസ്തുക്കളും ബോധം കെട്ടു. അതുകൂടാതെ നദികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ അത് ഒഴുക്ക് നിർത്തിയെന്ന് പറയുന്നു. അതങ്ങ് ഐസായിപ്പോയി ഒറ്റ നിമിഷം കൊണ്ട്. എന്നിട്ട് കുന്നുകളും പർവ്വതങ്ങളും ഒക്കെ ഉരുകാൻ തുടങ്ങി ഭഗവാന്റെ ഓടക്കുഴലിൻ്റെ പവർ. എന്നിട്ട് ആ
കാമവനത്തിലുള്ള ആ ഒരു കുന്ന്, ഭഗവാന്റെ പാദം അവിടെ പതിഞ്ഞു. അന്നേരം ഇവിടെ പറയുന്നു, ആ ഭഗവാന്റെ ആ തൃപ്പാദത്തെ ആര് കാണുന്നു ആ കുന്നിൽ, അവരുടെ ജീവിതത്തിലെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നു. കാമവനം. ഹരേ കൃഷ്ണ. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയായിട്ട് രാസലീലയിൽ വീണ്ടും പങ്കെടുക്കാൻ തുടങ്ങി. നന്ദീശ്വർ പർവ്വതത്തിലേക്ക് കയറി. അവിടെയാണ് നന്ദഗാവ്, ഭഗവാന്റെ ഭവനം അവിടെ തന്നെയാണ്. അപ്പോഴത്തേക്കും ഗോപിയമാർക്ക് കുറച്ച് അഹംഭാവം വന്നു. ഉടൻ തന്നെ ഭഗവാൻ കൃഷ്ണൻ അവിടുന്ന് അപ്രത്യക്ഷമായി. ഭഗവാൻ രാധാറാണിയും കൊണ്ട് ബാക്കിയുള്ള ഗോപിമാരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയി. അപ്പം ഭഗവാനിൽ നിന്ന് ആ വിരഹം ഗോപിയമാർക്ക് ഒരുപാട് ദുഃഖം നൽകി. അവർക്ക് ഒരുപാട്, അവർ കണ്ണെല്ലാം നിറഞ്ഞു. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ച പോലെ വനത്തിലൊക്കെ ഓടുകയാണ്. അവർക്ക് ഒരു ഭയത്താൽ ഓടുന്ന മാൻപേടയെ പോലെ. ഭഗവാനെ എങ്ങും കാണാത്തതുകൊണ്ട് അവരുടെ ദുഃഖം ഒരുപാട് വർദ്ധിച്ചു. ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയെ പോലെ അവരെല്ലാവരും ഓടുകയായിരുന്നു. ഭഗവാനെ കാണാൻ പറ്റാതെ അവരെല്ലാവരും കരഞ്ഞു. ഓരോരോ വനങ്ങൾ വിട്ട്, അടുത്ത വനം വിട്ട് അടുത്ത വനത്തിൽ വിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഓരോരോ ചെടികളോടൊക്കെ ചോദിക്കുകയാണ്, നന്ദമഹാരാജിൻ്റെ പുത്രനെ നിങ്ങൾ കണ്ടോ? മരങ്ങളെ, ചെടികളെ പറയൂ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ഗോപിയമാർ ചോദിക്കുക, കൃഷ്ണ കൃഷ്ണ. അവർക്ക് ഭഗവാന്റെ തൃപ്പാദത്തെ എങ്ങനെയെങ്കിലും കിട്ടണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടി അവർ ഭഗവാനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് അവർ സ്വയം കൃഷ്ണനാണെന്ന് അവർ സങ്കല്പിച്ചു. അന്നേരം ഇവർ പറയുന്നു, നാരദ മഹർഷി പറയുന്നു, ഇതിൽ വലിയ അത്ഭുതമില്ല. കാരണം അത്രത്തോളം അവർ ഭഗവാനിൽ ആകർഷിതരായിരുന്നു. അന്നേരം ഭഗവാന്റെ തൃപ്പാദ ചിഹ്നങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് പോവുകയാണ്. അവരെല്ലാം ആ പാദചിഹ്നങ്ങളുടെ മുകളിൽ വീഴുകയാണ്. അപ്പോൾ ഗോപികമാർ ഭഗവാന്റെ തൃപ്പാദം ഇങ്ങനെ പൂജിക്കുന്നതായിട്ട് കണ്ടപ്പോൾ ഭഗവാന് വീണ്ടും കാരുണ്യം തോന്നി. അന്നേരം ഇവിടെ പറയുന്നു, അതുകൊണ്ടാണ് ഭഗവാന്റെ കാരുണ്യത്താലാണ് ഭഗവാന്റെ തൃപ്പാദം ചിഹ്നങ്ങൾ അവർക്ക് കാണാൻ പറ്റിയത്. ഇതെല്ലാം കേട്ടിട്ട് ബഹുലാശ്വ രാജാവ് പറഞ്ഞു, ഗോപികമാരിൽ നിന്നും ഭഗവാൻ മറിഞ്ഞിട്ട് രാധാറാണിയും കൊണ്ട് ഭഗവാൻ എങ്ങോട്ടാ പോയെന്ന് പറഞ്ഞു. വീണ്ടും ഭഗവാനെയും മറ്റ് ഗോപികമാർ കണ്ടോ, അതിനെക്കുറിച്ച് പറയാൻ പറഞ്ഞു. അപ്പം നാരദ മഹർഷി പറഞ്ഞു, ഭഗവാൻ കൃഷ്ണനും രാധാറാണിയും അവിടുന്ന് സങ്കേത് വടത്തിലെത്തിയെന്ന് പറഞ്ഞു. ഇത് പല പല വനങ്ങളുണ്ട്. അവിടെ സങ്കേത് വടത്തിലെത്തി. അവിടെ രാധാറാണിയെ കബരി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ തുടങ്ങിയെന്ന് പറയുന്നു. എന്നിട്ട് രാധാറാണി ഭഗവാന്റെ മുടിയെ അലങ്കരിക്കുമായിരുന്നു. എന്നിട്ട് പല പല നിറങ്ങൾ കൊണ്ട് ഭഗവാന്റെ മുഖം ഇങ്ങനെ അലങ്കരിക്കുമായിരുന്നു പറഞ്ഞു. അതിനുശേഷം ഭദ്രവനം, ഖദിരവനം, ബിൽവവൻ, ഇതിലൂടെ എല്ലാം ഭഗവാനെ രാധാറാണി സഞ്ചരിക്കുകയാണ്. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ കോകിലവനത്തിലെത്തി. അപ്പോഴേക്കും ഭഗവാന്റെ ആ തൃപ്പാദ ചിഹ്നങ്ങൾ അന്വേഷിച്ച് ഗോപികമാർ പോവുകയാണ്. അന്നേരം ഭഗവാന്റെ പാദത്തിൽ ബാർലിയുടെ ആ ഒരു കണികയുടെ ഒരു ചിഹ്നമുണ്ട്. ചക്രം, കൊടി, ചാമരം, സ്വസ്തിക ചിഹ്നം, പിന്നെ അങ്കുശം, പിന്നെ ഒരു പൊട്ട്, പിന്നെ ഒരു നക്ഷത്രം, 8 ബിന്ദുക്കളുള്ള 8 പോയിന്റുകളുള്ള ഒരു നക്ഷത്രം, പിന്നെ വജ്രം, താമര, ശംഖ്, ഒരു കുടം, വെള്ളം കൊണ്ട് നിറഞ്ഞൊരു കുടം, മത്സ്യം, ഒരു ത്രികോണം, പിന്നെ ഒരു ഊർധ്വ വരയുമുണ്ട്. പിന്നെ വില്ല്, പശുവിൻ്റെ പാദം, പിന്നെ അർദ്ധചന്ദ്രകല. അത് കൂടാതെ അതിന് ആ ഒരു ചിഹ്നങ്ങൾ അന്വേഷിച്ച് ഗോപികമാർ ഇങ്ങനെ പോവുകയാണ്.
അന്നേരം വീണ്ടും വീണ്ടും ഭഗവാന്റെ പാദചിഹ്നം എവിടെയൊക്കെ കാണുന്നോ അവിടുന്ന് എല്ലാം ധൂളിയെടുത്ത് തലയിൽ അഭിഷേകം ചെയ്യുകയാണ്. അപ്പോഴേക്കും വീണ്ടും ഒരു ചിഹ്നം കാണപ്പെടും. ഉടനെ ആ മണ്ണെടുത്തിട്ട് തലയിലിടും, വീണ്ടും അടുത്തൊരു ചിഹ്നം കാണും. അന്നേരം അവിടെ വേറെ തരത്തിലുള്ള ഒരു ചിഹ്നം കൂടെ കണ്ടു. അന്നേരം ഇതിൽ കണ്ടത് കൊടി, താമര, ചാമരം, പിന്നെ വീണ്ടും ബാർലിയുടെ ഇതും, ഊർധ്വ രേഖ, ചക്രം, അർദ്ധചന്ദ്രം, അങ്കുശം, പല പല ബിന്ദുക്കളും, പല ഒരു ചെടി, തുളസി ചെടി, അത് പിന്നെ ഒരു ഗദ, മത്സ്യം, ശംഖ്, പർവ്വതം, പല ശക്തി അസ്ത്രങ്ങളുമൊക്കെ, പിന്നെ ഒരു സിംഹാസനം, ഒരു രഥം, 2 ബിന്ദുക്കൾ. അന്നേരം ഇത് കണ്ടപ്പോൾ, അതായത് ഇവിടെ ഗോപികമാര് ഭഗവാന്റെയും രാധാറാണിയുടെയും ചിഹ്നങ്ങൾ ഒന്നായതായിട്ട് കാണുകയാണ്. അതായത് ഒരേ പാദത്തിൽ ഭഗവാന്റെ ചിഹ്നവും കാണുന്നു, രാധാറാണിയുടെ പാദം. അന്നേരം രാധാറാണിയുടെ ചിഹ്നങ്ങളാണ് ഈ രഥവും അങ്ങനെയൊക്കെ. ഇത് രണ്ടും ഒന്നായിട്ട് കാണുകയാണ്. അന്നേരം ഗോപികമാർക്ക് മനസ്സിലായി ഭഗവാൻ കൃഷ്ണ ഇപ്പോൾ രാധാറാണിയുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണെന്ന് മനസ്സിലായി. അങ്ങനെ ആ പാദത്തെ പിന്തുടർന്ന് അവർ കോകിലവനത്തിലേക്ക് എത്തി. അപ്പോൾ ഗോപികമാർ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ രാധാറാണി അടുത്ത് പറഞ്ഞു, രാധേ, ഇപ്പോൾ ഗോപികമാരൊക്കെ വരികയാണ്, അവരെല്ലാം എന്നെ നിന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്, അതുകൊണ്ട് നീ ഇവിടുന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പോൾ രാധാറാണിക്ക് കുറച്ച് അഭിമാനം തോന്നി സൗന്ദര്യത്തിൽ. രാധാറാണി ഇത് ഭഗവാൻ പറയുകയാണ്, നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോവാം, ഗോപികമാരെ എന്നെ നിന്നിൽ നിന്ന് അകറ്റാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഉടൻ തന്നെ രാധാറാണിക്ക് ഒരു അഭിമാനം തോന്നി, ആ സൗന്ദര്യത്തിലും ആ ബുദ്ധിയിലും ആ സ്വഭാവത്തിലുമൊക്കെ. എന്നിട്ട് ഭഗവാൻ കൃഷ്ണനോട്, ലക്ഷ്മിവതിയായിട്ട് ഉള്ള ഭഗവാന്റെ അടുത്ത് രാധാറാണി പറഞ്ഞു, എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് ഈ സ്ഥലം വിട്ടു പോകാൻ പറ്റത്തില്ല, ഞാനൊരു പാവം പെൺകുട്ടിയല്ലേ, ഞാൻ ഒരുപാട് തളർന്നിരിക്കുകയാണ്, എന്നാലും നിനക്ക് എന്നെ എങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റും? ഇത് കേട്ട ഉടനെ ഭഗവാൻ കൃഷ്ണൻ എന്ത് ചെയ്തു, ഒരു ഭഗവാൻ ആഗ്രഹിച്ച ഉടൻ തന്നെ അവിടെ ഒരു കാറ്റ് വീശാൻ തുടങ്ങി. എന്നിട്ട് അത് കൂടാതെ ഭഗവാന്റെ വസ്ത്രം വെച്ച് രാധാറാണി ഇങ്ങനെ വീശാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാൻ രാധാറാണിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞ്, രാധാ വേഗം നമുക്ക് ഇവിടുന്ന് ഓടണം എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ട് രാധാറാണി മനഃപൂർവ്വം അവിടെ നനങ്ങിയില്ല. അന്നേരം രാധാറാണി തിരിഞ്ഞ് നോക്കിയിട്ട് ഭഗവാനെ നോക്കാതെ ഇങ്ങനെ നിശബ്ദയായിട്ടിരുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ രാധാറാണിക്ക് ഇങ്ങനെ പറഞ്ഞു, രാധയെ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം, ഞാൻ നിന്റെ ആരാധിക്കുകയാണ്, നിന്നെ പൂജിക്കുകയാണ് ഹൃദയാംഗമായിട്ട്, നീ പറയുന്ന പോലെ എല്ലാം ഞാൻ ചെയ്യാം, എൻ്റെ തോളത്ത് കയറും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകാം. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, അപ്പോൾ രാധാറാണി ഭഗവാന്റെ തോളത്തോട്ട് കയറാൻ പോകുന്ന സമയത്ത് ഭഗവാൻ അപ്രത്യക്ഷം. അപ്പം ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ രാധാറാണിയുടെ ആ ഒരു ഉള്ളിലുള്ള അഹംഭാവം പോയി. രാധാറാണി ആ കോകിലവനത്തിൽ വെച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പോൾ ഗോപികമാർ കണ്ട് രാധാറാണിയുടെ ആ കരച്ചിൽ കേട്ടപ്പോൾ അവർക്കും ഒരുപാട് വിഷമം തോന്നി. ചില ഗോപികമാർ ചന്ദനം, അഗുരു അതൊക്കെ വെച്ചുള്ള വെള്ളം തളിച്ചു രാധാറാണിയുടെ വിഷമം മാറാൻ. എന്നിട്ട് അവരുടെ കൈ വീശി രാധാറാണിയുടെ ആ വിഷമം മാറ്റാൻ കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരുന്നു. ചാമരം കൊണ്ടും പല പല വാക്കുകൾ കൊണ്ട് രാധാറാണിയെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും രാധാറാണി ഭഗവാന്റെ കുറെ കുറ്റങ്ങൾ ഗോപിയന്മാരോട് പറഞ്ഞു. അന്നേരം അതൊക്കെ കേട്ടപ്പോൾ ഗോപിയന്മാർക്ക് വലിയ വിഷമമായി. ഇനി നമുക്ക് ചർച്ച തുടരുകയാണ്.
അപ്പോൾ ഭഗവാൻ കൃഷ്ണനെ എങ്ങനെയെങ്കിലും അവിടെ എത്തിക്കാൻ എല്ലാ ഗോപികമാരും കൂടെ ഒത്തൊരുമിച്ച് കർത്താലം അടിക്കാൻ തുടങ്ങി. വളരെ ഭഗവാന്റെ പല പല ലീലകൾ പാടാൻ തുടങ്ങി. ഗോപികമാർ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ നമുക്ക് ഗോപിയ ഊച്ചു ലോകാഭിരാമ ജനഭൂഷണ വിശ്വദീപ കന്ദർപ്പമോഹന ജഗത് വ്രജന്തി ഹാരിം അനന്തകണ്ഠ യദു നന്ദന നന്ദസൂനോ സ്വച്ഛന്ദ പത്മാമകരാന്ത നമോ നമസ്തേ എന്ന് പറയുന്നു. ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ ആനന്ദം അങ്ങാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അലങ്കാരം അങ്ങാണ്. ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ ദീപം അങ്ങാണ്. അങ്ങ് കാമദേവനെക്കാട്ടി എത്രയോ എത്രയോ സുന്ദരനാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും പാപങ്ങൾ അങ്ങാണ് ഹരിക്കുന്നത്. എല്ലാ ആനന്ദത്തിൻ്റെ സ്രോതസ് അങ്ങാണ്. യദുകുലത്തിൻ്റെ ആനന്ദം അങ്ങാണ്. നന്ദമഹാരാജിൻ്റെ പുത്രൻ അങ്ങാണ്. അങ്ങ് സ്വതന്ത്രനാണ്. അങ്ങ് അതിമധുരമാണ്. അങ്ങേക്ക് നമസ്കാരങ്ങൾ. അങ്ങ് പശുക്കളുടെ വിജയ ധ്വജമാണ്. ബ്രാഹ്മണരുടെയും സാധുജനങ്ങളുടെയും ദേവന്മാരുടെ ദേവനാണ്. ദേവന്മാരുടെ ആരാധ്യ ഭഗവാനാണ് അങ്ങ്. അങ്ങ് ഈ ഭൂമിയിൽ വന്നത് തന്നെ കംസനെ പോലുള്ള അസുരന്മാരെ കൊല്ലാനാണ്. അങ്ങ് നന്ദമഹാരാജന്റെ സൂര്യനാണ്. ദേവന്മാരുടെ കണ്ണുകളാണ്. ദേവന്മാരുടെയും മുക്താത്മാക്കളുടെയും അങ്ങ് ജയിക്കട്ടെ എന്ന് പറയുന്നു. ജയോവസ്തു. നമ്മൾ ഗോപികമാരാകുന്ന സമുദ്രത്തിലെ പവിഴമാണ് അങ്ങ്. അങ്ങ് ഗോപന്മാരാകുന്ന പർവ്വതത്തിലെ വൈധൂര്യമാണ് അങ്ങ്. അങ്ങ് ഗോപന്മാരാകുന്ന കുളത്തിൽ വിടർന്ന താമരയാണ്. അങ്ങ് ഒരു അരയന്നമാണ്. ഗോപന്മാരാകുന്ന ഈ വനത്തിൽ വിഹരിക്കുന്ന അരയന്നമാണ് ഭഗവാനെ. അങ്ങ് രാധാറാണിയാകുന്ന ആ പുഷ്പത്തിലേക്ക് വരുന്ന വണ്ടാണ്. അങ്ങൊരു ചകോര പക്ഷിയാണ്. രാധാറാണിയുടെ മുഖത്തെ, ചന്ദ്രനാകുന്ന രാധാറാണിയുടെ മുഖത്തെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന ചകോര പക്ഷിയാണ്. രാധാറാണിയുടെ ഹൃദയത്തിലിരിക്കുന്ന ചന്ദ്രകാന്തി രത്നമാണ് അങ്ങ്. അങ്ങ് രാധാറാണിയുടെ മാധവി പുഷ്പമാണ്. ഇത്ര മനോഹരം അല്ലേ? അന്നേരം ആ കൃഷ്ണൻ, രാസലീലയിൽ നൃത്തം ചെയ്യുന്ന ആ ഭഗവാൻ കൃഷ്ണൻ, ഗോപികമാരുടെ കണ്ണുകൾക്ക് ആനന്ദം ജീവനം നൽകുന്ന ആ ഒരു കൃഷ്ണൻ നമ്മുടെ മുമ്പിൽ എത്രയും പെട്ട രാധാറാണിയുടെ പ്രിയപ്പെട്ട കൃഷ്ണൻ, നമ്മളെ എല്ലാവരെയും കബളിപ്പിച്ച് ആളുടെ പ്രിയപ്പെട്ട ഗോപിയായിട്ട് രഹസ്യമായിട്ട് ലീലകൾ ചെയ്ത ആ കൃഷ്ണൻ നമ്മുടെ കൺമുന്നിൽ വരട്ടെ. ആ കൃഷ്ണനെ നമ്മൾ ആരാധിക്കുന്നു, പൂജിക്കുന്നു. അദ്ദേഹത്തിൻ്റെ രണ്ട് കൈകളും വലിയ നാഗങ്ങളെ പോലെയാണ്. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് പല ലീലകളും ചെയ്യാനാണ്. അദ്ദേഹത്തിൻ്റെ തൃപ്പാദം എപ്പോഴും വൃന്ദാവനത്തിലെ വനത്തിലെ ധൂളി കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഗോവർദ്ധന പർവ്വതത്തിൻ്റെയും നമ്മുടെ ജീവിതത്തിൽ ഒരു ദുഃഖം ഇല്ലെങ്കിൽ പോലും അങ്ങയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതെ അങ്ങേ നമ്മൾ ധ്യാനിക്കുകയാണ്. അങ്ങ് നമ്മുടെ ചന്ദ്രനാണ്. അങ്ങ് നമ്മുടെ സൂര്യനാണ്. എന്നിട്ട് ഇവിടെ പറയുന്നു പല പല രാജാക്കന്മാരുടെയും, അതായത് സൗദശ രാജാവിൻ്റെ രാജ്ഞി സൗദശ രാജാവിൽ നിന്ന് വിരഹം അനുഭവിച്ചപ്പോൾ എത്രമാത്രം ദുഃഖിച്ചുവോ അതിനെക്കാട്ടിയും കോടാനുകോടി ഇരട്ടി നളന്റെ ഭാര്യ നളനിൽ നിന്ന് വിരഹം അനുഭവിച്ചോ. അതുകൂടാതെ ജാനകി സീതാദേവിക്ക് എത്രത്തോളം ദുഃഖം അനുഭവിച്ചോ അതിൽ നിന്നൊക്കെ എത്രത്തോളം ദുഃഖം എനിക്ക് കൂടുതലാണ്. ഉദ്ധവർ അങ്ങയുടെ ഭക്തരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഭക്തനാണ്. അദ്ദേഹം യോഗ്യനാണ് അങ്ങയുടെ തൃപ്പാദത്തെ സമീപിക്കാനായിട്ട്. അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താലാണ് നമ്മൾ അങ്ങയുടെ തൃപ്പാദത്തെ സേവനം ചെയ്യുന്നത്.
നമ്മളോട് കാരുണ്യം കാണിക്കണം. അങ്ങനെ ഇങ്ങനെ ഗോപികമാർ കരയുമായിരുന്നു. അപ്പോഴേക്കും ഭഗവാൻ കൃഷ്ണൻ വീണ്ടും അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അതിസുന്ദരമായിട്ടുള്ള ഒരു കിരീടവും ധരിച്ച് തോൾവളകളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് അതീവ സുന്ദരനായിട്ട് കാണപ്പെട്ടു. ഉടൻ തന്നെ ഗോപികമാർ ചാടി എഴുന്നേറ്റു. എന്തോ ഇന്ദ്രിയങ്ങൾക്ക് ഇന്ദ്രിയ വിഷയങ്ങളെ തിരിച്ചു കിട്ടിയതുപോലെ ഭഗവാൻ അവരുടെ മധ്യത്തിൽ ഓടക്കുഴൽ ഊതാൻ തുടങ്ങി. ഭഗവാൻ നൃത്തം ചെയ്തു, രാധാറാണി നൃത്തം ചെയ്തു. ഉടൻ തന്നെ ഭഗവാൻ അസംഖ്യം രൂപങ്ങളെടുത്തു. എത്രത്തോളം ഗോപികമാരുണ്ടോ അത്രത്തോളം രൂപങ്ങളെടുത്തു. അവരുടെ എല്ലാം ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഭഗവാൻ അവരോടൊത്ത് നൃത്തം ചെയ്തു. അവരുടെ എല്ലാ ദുഃഖവും മാറി. അവരെല്ലാവരും ഭഗവാന്റെ അടുത്ത് ആ വനത്തിൽ കൈകൂപ്പി തൊണ്ട ഇടറിക്കൊണ്ട് ഗോപികമാർ പറഞ്ഞു, കൃഷ്ണ, അങ്ങ് നമ്മളെ വിട്ടു പോയപ്പോൾ ഈ ലോകം മുഴുവൻ നമുക്ക് തുച്ഛമായിട്ട് തോന്നി. ഇപ്പോൾ അങ്ങയെ ലഭിച്ചപ്പോൾ നമ്മുടെ ഹൃദയം തൃപ്തമായിരിക്കുകയാണ്. നമുക്ക് അങ്ങയുടെ തൃപ്പാദമല്ലാതെ വേറൊന്നും വേണ്ട. അങ്ങ് ഇവിടുന്ന് എങ്ങോട്ടാണ് പോയത് അതെന്നോട് പറയാൻ പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ, പുഷ്കര ദ്വീപിൽ ഹംസൻ എന്ന് പറയുന്ന ഒരു ഋഷിയുണ്ട്. അദ്ദേഹം ക്ഷീരസാഗരത്തിൽ ക്ഷമിക്കണം, ഒരു മിനിറ്റ്. അന്നേരം തൈരിൻ്റെ ഒരു സമുദ്രമുണ്ട്. അന്നേരം ഈ സപ്തസമുദ്രം ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആൾക്ക് ഇതെന്തോ സ്വാമിക്ക് വട്ടാണ്. അന്നേരം സപ്തസമുദ്രങ്ങൾ പലതിൻ്റെയാണ്. അന്നേരം നെയ്യിൻ്റെ സമുദ്രമുണ്ട്, കരിമ്പിൻ നീരിൻ്റെ സമുദ്രമുണ്ട്. അതിലെ തൈരിൻ്റെ സമുദ്രത്തിൽ മുങ്ങി ആ ഹംസ ഋഷി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 മന്വന്തരങ്ങളായിട്ട് അദ്ദേഹം തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്നെ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ പറയുന്നു 6 കിലോമീറ്റർ നീളമുള്ള വലിയൊരു മത്സ്യം അദ്ദേഹത്തെ വിഴുങ്ങി. എന്നിട്ട് ആ മത്സ്യത്തെക്കാട്ടിയും വലുതായിട്ടുള്ള ഒരു അസുരൻ ആ മത്സ്യത്തെ വിഴുങ്ങി. ആ അസുരൻ വലിയൊരു മീനിന്റെ രൂപത്തിലായിരുന്നു. അന്നേരം ഞാൻ വലിയൊരു കത്തിയെടുത്ത് ആ 2 മീനെയും കൊന്നു. എന്നിട്ട് ഹംസൻ എന്ന് പറയുന്ന ഋഷിയെ പുറത്തെടുത്തു. അതിനുശേഷം ഞാൻ ശ്വേതദ്വീപിൽ പോയി, ക്ഷീരസാഗരത്തിൽ ഞാൻ കുറച്ചു നേരം വിശ്രമിച്ചു. പിന്നെ പ്രിയപ്പെട്ട ഗോപികമാരെ, അപ്പോഴേക്കും എനിക്ക് മനസ്സിലായി നിങ്ങളിവിടെ ദുഃഖിച്ചിരിക്കുകയാണ്. അന്നേരം ഞാൻ എൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞിട്ട് ഉടനെ ഇങ്ങോട്ട് വന്നു. നിങ്ങളുടെ ഭക്തി എന്നെ ഒരു സേവകനാക്കി മാറ്റിയിരിക്കുകയാണ്. നിങ്ങളെല്ലാം വളരെ നല്ല ഹൃദയമുള്ളവരാണ്. എല്ലാവരെയും ഒരേപോലെ നിങ്ങൾ കാണുന്നു. നിങ്ങളുടെ ഇന്ദ്രിയങ്ങളെ നിങ്ങൾ നിയന്ത്രിച്ചിരിക്കുന്നു. ഭൗതികമായിട്ടുള്ള ഒന്നിനോടും നിങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ പറയുന്നു, ഏത് ഭക്തരാണോ എല്ലാവരെയും ഒരേപോലെ കാണുന്നത്, അവരുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചത്, ഭൗതികമായിട്ടുള്ള എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്നത്, അവർക്ക് ഒരു പ്രത്യേക ആനന്ദം ഞാൻ നൽകുന്നു. അന്നേരം എങ്ങനെയാണോ ഇന്ദ്രിയ വിഷയങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഭൗതികതയിൽ മുങ്ങിയിരിക്കുന്ന വ്യക്തികൾക്ക് ആനന്ദം ലഭിക്കുന്ന അതേക്കാട്ടിയും കൂടുതൽ ആനന്ദം ഞാൻ അവർക്ക് നൽകുന്നു. അതായത് ഭഗവാൻ പറയുന്നത്, ഇന്ദ്രിയ വിഷയങ്ങളിൽ ഓരോ വ്യക്തികളും ഏർപ്പെടുമ്പോൾ അവർക്കൊരു ആനന്ദം ലഭിക്കുന്നുണ്ടല്ലോ. അന്നേരം ഇതിൽ നിന്നെല്ലാം മാറി ഭഗവാന്റെ സേവനത്തിൽ ചെയ്യുന്നവർക്ക് ഭഗവാൻ പ്രത്യേക ഒരു ആനന്ദം നൽകുന്നു എന്ന് പറയുന്നു. അപ്പം ഗോപികമാർ പറഞ്ഞു, അങ്ങ് നമ്മളിൽ സംപ്രീതനാണെങ്കിൽ അങ്ങ് ശേഷന്റെ മുകളിൽ കിടക്കുന്ന, ക്ഷീരസാഗരത്തിൽ കിടക്കുന്ന ആ രൂപം നമുക്കൊരു കാണണമെന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ
രാധാറാണിയും കൃഷ്ണനും ഉടൻ തന്നെ 8 കൈകളോട് കൂടിയുള്ള ലക്ഷ്മി നാരായണ രൂപമായിട്ട് മാറി. ഹരി പോകുന്നു, ഹരി പോകുന്നു. എന്നിട്ട് ആ സ്ഥലം ക്ഷീരസാഗരമായിട്ട് മാറി. തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുന്നു. അവിടെ ചുറ്റും പല പല രത്നങ്ങൾ കൊണ്ടുള്ള കൊട്ടാരങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ശേഷൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. ശേഷൻ്റെ ശരീരം വെളുത്ത നിറമാണ്. അന്നേരം വാലിങ്ങനെ ചുറ്റി 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 ഇങ്ങനെ കിടക്കുന്നു. എന്നിട്ട് ആ ആയിരക്കണക്കിന് പത്തികളുണ്ട് അനന്തശേഷൻ. അതിൻ്റെ ഓരോ പത്തിയിലും കിരീടമുണ്ട്. എന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ ആ അനന്തശേഷൻ്റെ മുകളിൽ കിടന്നു. രാധാറാണിയും അവിടെ ഇരിക്കുകയായിരുന്നു, ലക്ഷ്മി ദേവിയായിട്ട്. ഭഗവാന്റെ പാദം ഇങ്ങനെ അമർത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്ര സുന്ദരല്ലേ! അതൊരു കോടാനുകോടി സൂര്യനെ കാട്ടിയും തിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഭഗവാന്റെ ഈ സുന്ദര രൂപം. എല്ലാ ഗോപികമാരും നമസ്കരിച്ചു. അവർക്ക് ഒരുപാട് അത്ഭുതം തോന്നി. അന്നേരം ഇവിടെ പറയുന്നു, എവിടെയാണോ ഭഗവാൻ ഈ ദർശനം നൽകിയത് ആ സ്ഥലം വളരെ പവിത്രമാണ്, എല്ലാ തരത്തിലുള്ള പാപങ്ങളും നശിക്കുന്നു. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ വീണ്ടും യമുനയിൽ കയറി. എന്നിട്ട് വീണ്ടും ജലക്രീഡ ചെയ്യാൻ തുടങ്ങി ഗോപികമാരുമായിട്ട്. അപ്പോൾ ഭഗവാൻ രാധാറാണിയുടെ കയ്യിൽ 1,00,000 ഇതളുകളുള്ള ഒരു താമരയുണ്ടായിരുന്നു. എന്നിട്ട് ഒരു തുണിയുണ്ടായിരുന്നു. അതും പിടിച്ചുകൊണ്ട് ഭഗവാൻ ഒറ്റ ഓട്ടം വെള്ളത്തിലേക്ക് ചാടി എന്നുള്ളത്. അപ്പോഴേക്കും ഭഗവാന്റെ ഓടക്കുഴലും ഭഗവാന്റെ വടിയും ഭഗവാന്റെ പീതാംബരവും അതും പിടിച്ചുകൊണ്ട് മേൽവസ്ത്രം അതും പിടിച്ചുകൊണ്ട് രാധാറാണി ഓടി എന്നുള്ളതാണ്, ചിരിച്ചുകൊണ്ട് യമുനാ തീരത്ത്. അന്നേരം ഭഗവാൻ പറഞ്ഞു, എൻ്റെ ഓടക്കുഴൽ എനിക്ക് തിരിച്ചു തരണം. രാധാറാണി പറഞ്ഞു, എൻ്റെ താമര, എൻ്റെ മേൽവസ്ത്രം എനിക്ക് തിരിച്ചു തരാൻ പറഞ്ഞു. അപ്പം ഭഗവാൻ കൃഷ്ണൻ ആ താമരയും മേൽവസ്ത്രം രാധാറാണിക്ക് കൊടുത്തു. രാധാറാണിയും ഓടക്കുഴലും ആ വടിയും ഭഗവാന് തിരിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഭഗവാൻ കൃഷ്ണൻ വൈജയന്തിമാല ധരിച്ചു. ഭഗവാന്റെ കാലിലെ മുട്ടുവരെ നീളമുള്ള വൈജയന്തിമാല. എന്നിട്ട് ഭഗവാൻ ഭാണ്ഡീർ വനത്തിലേക്ക് അവിടുന്ന് പോവുകയാണ്. അവിടെ ഭഗവാൻ കൃഷ്ണൻ രാധാറാണിയെ പല രീതിയിലും അലങ്കരിക്കുകയാണ്. മുഖത്ത് പല പല നിറങ്ങൾ കൊണ്ട് പല പല ചിത്രങ്ങളും വരയ്ക്കുകയാണ്. അങ്ങനെ കീർത്തിതയുടെ പ്രിയപ്പെട്ട മകളായ രാധാറാണി ഭഗവാനെയും അലങ്കരിച്ചു. പല പല ചന്ദനം കൊണ്ടും ആകുരം കൊണ്ടും എല്ലാം അലങ്കരിക്കുകയാണ്. ഹരേ കൃഷ്ണ. അങ്ങനെ രാസലീല ഇവിടെ അവസാനിച്ചില്ല. ഇനി ഒരു അധ്യായം കൂടെ ഉണ്ട്. ആ രാസലീലയുടെ ഇടയിലാണ് ശംഖാചൂടനെ ഭഗവാൻ കൊല്ലുന്നത്. അത് നമുക്ക് നാളെ ചർച്ച ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഈ അധ്യായം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അന്നേരം രാസലീലയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോപികമാർ ഭഗവാനെ ഭർത്താവായിട്ട് ലഭിക്കാൻ ആഗ്രഹിച്ചു. അന്നേരം ഗോപികമാർ കണ്ടില്ലേ, ഭഗവാനായിട്ട് നൃത്തം ചെയ്യുന്നു, കളി, ചിരി, തമാശ, ഭഗവാന് കഴിക്കാൻ ഭക്ഷണം കൊടുക്കുന്നു, ഭഗവാനെ അലങ്കരിക്കുന്നു. ഇത്രയേ ഉള്ളൂ രാസലീല. പിന്നെ തീർച്ചയായിട്ടും ഒരു ഭാര്യ ഭർത്താവിനെ പോലെ ഒരു സ്നേഹബന്ധവും അവിടെയുണ്ട്. പക്ഷേ ഇതൊരിക്കലും ഒരു കാമാസക്തിയല്ല. എന്തുകൊണ്ട്? കാരണം കാമം എന്ന് പറഞ്ഞാൽ ശരീരബന്ധത്താൽ ഉടലെടുക്കുന്ന സ്നേഹത്തെയാണ് കാമം എന്ന് പറയുന്നത്. നമ്മൾ ശരീരമല്ലല്ലോ, നമ്മൾ ആത്മാവാണ്. അന്നേരം ഈ ആത്മാവ് ഭഗവാന്റെ അംശമാണ്. അന്നേരം എല്ലാ ആത്മാക്കളും സ്നേഹിക്കേണ്ടത് ഭഗവാൻ കൃഷ്ണനെയാണ്. അന്നേരം നമ്മൾ ഈ ലോകത്ത് നമ്മൾ ആരെ സ്നേഹിച്ചാലും അത് ബന്ധത്താൽ ഉടലെടുക്കുന്ന സ്നേഹമാണ്. അതുകൊണ്ട് അത് സ്നേഹമല്ല, കാമമാണ്. കാരണം എന്തുകൊണ്ട്? അത് അവസാനിക്കും, അത് കാലാകാലം നിൽക്കത്തില്ല. ഇന്നത്തെ കാലത്താണെങ്കിൽ ഓരോ വ്യക്തികൾക്ക് തമ്മിലുള്ള സ്നേഹം അതെല്ലാം പല പല വസ്തു വകകളുടെ അടിസ്ഥാനത്തിലാണ്. അതെല്ലാം അവസാനിക്കും. ഇനി മരണം വരെ ജീവിതം കാലം മുഴുവൻ സ്നേഹിച്ചാൽ പോലും മരണത്തോടു കൂടി എല്ലാ ബന്ധങ്ങളും തീരുകയാണല്ലോ, അല്ലേ? അന്നേരം കാമത്തിന് ഒരു അന്ത്യമുണ്ട്, പ്രേമത്തിന് അന്ത്യമില്ല. പല സിനിമകളിലും ഇങ്ങനെ കഴിഞ്ഞ 7 ജന്മങ്ങൾ എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിലും അവർക്ക് പോലും കഴിഞ്ഞ ജന്മത്തിൽ അവരാരായിരുന്നു എന്ന് ഓർമ്മയില്ല.
അതൊക്കെ പറച്ചിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഭഗവാനുമായിട്ടുള്ള ആ ബന്ധം മാത്രമേ ശാശ്വതമായിട്ട് നിൽക്കൂ. ബാക്കിയുള്ള എല്ലാ ബന്ധങ്ങൾക്കും അവസാനമുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഇന്നത്തെ ഈ രാസലീലയിലൂടെ നമ്മൾ പഠിക്കേണ്ടത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനും രാധാറാണിയും ഗോപികമാരുമായിട്ടുള്ള ലീലകൾ എന്ന് പറഞ്ഞാൽ അത് ആചാര്യന്മാർ പറയുന്നു, അത് സ്വർണത്തെ പോലെയാണ്. എന്നിട്ട് ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ബന്ധങ്ങളെല്ലാം ഇരുമ്പിനെ പോലെയാണ്. രണ്ടും മെറ്റലാണെങ്കിലും സ്വർണത്തിൻ്റെ വില അറിയാമല്ലോ. ലോഹം ഇരുമ്പിൻ്റെ വില ഒന്നുമല്ല സ്വർണത്തിൻ്റെ മുമ്പിൽ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് പവിത്രമാണ്. ഇത് ബന്ധനത്തിന് കാരണമാണ്. നമ്മൾ ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ആ ലൈംഗിക ആസക്തി നമ്മളെ വീണ്ടും വീണ്ടും ഈ ലോകത്തിൽ തന്നെ കിടന്ന് കറക്കിപ്പിക്കും. നമ്മൾ വീണ്ടും വീണ്ടും നമ്മളിവിടെ തന്നെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇതിൽ നിന്നുള്ള മോചനം നമുക്ക് ലഭിക്കത്തില്ല. ഇതിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കണമെങ്കിൽ ഭഗവാന്റെ ലീലകളാണ്. അന്നേരം പുതിയ ആൾക്കാർക്ക്, അന്നേരം ഈ ആചാര്യന്മാരിൽ നിന്ന് ആ ശാസ്ത്രങ്ങളൊന്നും പഠിക്കാത്ത വ്യക്തികൾക്ക് ഇത് കാമക്കേളികളായിട്ട് തോന്നും. പക്ഷേ ഇത് പവിത്ര ലീലകളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം രാസലീലയെക്കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത് ശ്രീമദ് ഭാഗവതത്തിലൂടെയാണ്. അന്നേരം ആ ശ്രീമദ് ഭാഗവതം ആരോട് സംസാരിക്കുന്നു? ശുകദേവ ഗോസ്വാമി പരീക്ഷത് മഹാരാജനോടാണ്. അന്നേരം ശുകദേവ ഗോസ്വാമി ശരീരബോധം പോലും ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തിയാണ്. ശരീരത്തെ തന്നെ വസ്ത്രമായിട്ട് കാണുന്ന വ്യക്തിയാണ്. സർവസംഘ പരിത്യാഗിയായിട്ട് അദ്ദേഹം യാത്ര ചെയ്യുന്ന വ്യക്തിയാണ്. നദീതീരത്ത് അർദ്ധനഗ്ന അവസ്ഥയിൽ സ്ത്രീകൾ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു നിമിഷം പോലും ചെറുതായിട്ട് പോലും ചഞ്ചലപ്പെട്ടില്ലെന്നുള്ളതാണ്. അത്രയ്ക്ക് പരിശുദ്ധനും മുക്തനുമാണ് ശുകദേവ ഗോസ്വാമി. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്, അങ്ങനെയുള്ള ശ്രേഷ്ഠനായിട്ടുള്ള ഒരു ഭക്തനാണ് ശ്രീമദ് ഭാഗവതം രാസലീല വർണ്ണിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പരീക്ഷിത്ത് മഹാരാജ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. അദ്ദേഹം പാണ്ഡവരുടെ കൊച്ചുമകനാണ്, അല്ലേ? അർജുൻ്റെ മകനായ അഭിമന്യുവിൻ്റെ മകനാണ് പരീക്ഷിത്ത്. ഗർഭത്തിൽ തന്നെ ഭഗവാനെ നേരിട്ട് കണ്ട ആളാണ്. ശ്രേഷ്ഠനായിട്ടുള്ള ഒരു രാജാവാണ്. ലോകം മുഴുവൻ ഭരിച്ചിരുന്ന ചക്രവർത്തിയാണ്. അന്നേരം അദ്ദേഹത്തിന് ലൈംഗിക കാര്യങ്ങളിലാണ് താല്പര്യമെങ്കിൽ അദ്ദേഹം പിന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ പോരെ. എന്തായാലും ഇനി മരിക്കാൻ പോവുകയാണ്, അതുകൊണ്ട് ആ ലൈംഗിക ത്വരകളെല്ലാം പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെയല്ലെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം അദ്ദേഹം ഭക്ഷണം, ഉറക്കം എല്ലാം മാറ്റിവെച്ച് ജലപാനം പോലും കഴിക്കാതെ, പൊതുവെ സപ്താഹ വേദികളിൽ ഭക്ഷണം അന്നദാനം ഒക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ നടന്ന ആ സപ്താഹത്തിൽ അവിടെ പരീക്ഷിത് മഹാരാജ് ഒന്നും ഉറങ്ങിയിട്ടില്ല, ശുകദേവ് ഗോസ്വാമി ഉറങ്ങിയിട്ടില്ല, ഭക്ഷണം കഴിച്ചില്ല, ജലപാനം പോലും കുടിക്കാതെ തുടർച്ചയായിട്ട് കേൾക്കുകയാണ് ഭഗവാനെക്കുറിച്ച്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അന്നേരം ഭക്ഷണം, ഉറക്കം പോലും മാറ്റിവെച്ച്, അന്നേരം അങ്ങനെയുള്ള ഇത്രയും തപോബലവും യോഗബലവുമുള്ള ഇത്രയും ഭക്തരായിട്ടുള്ള, അന്നേരം മരണത്തിൻ്റെ മടുത്തെത്തിയപ്പോഴും പരീക്ഷിത് മഹാരാജ് ഒരിക്കലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനല്ല ആഗ്രഹിക്കുന്നത്. മഹാഭാരതത്തിൽ പരീക്ഷത്തിൻ്റെ വേറൊരു വെർഷൻ പറയുന്നുണ്ട്, വിഷവൈദ്യന്മാരെ കൊണ്ട് മന്ത്രങ്ങൾ ജപിപ്പിക്കുന്നതായിട്ടുമൊക്കെ അതൊക്കെ പറയുന്നുണ്ട്. അത് വേറൊരു പരീക്ഷത്താണെന്ന് മനസ്സിലാക്കണം. അന്നേരം അത് മഹാഭാരതം പല പല യുഗങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ശ്രീമദ് ഭാഗവത്തിൽ, അതായത് ഈ 5000 വർഷങ്ങൾക്ക് മുമ്പേ വന്ന ആ പരീക്ഷിതന്മാർ, അന്നേരം നമ്മൾ വിചാരിക്കുകയും 5000 വർഷങ്ങൾക്ക് മുമ്പേ ആണല്ലോ മഹാഭാരതം നടന്നത്. പക്ഷെ അവിടെ പരാമർശിച്ചിരിക്കുന്ന പരീക്ഷത്ത് അത് വേറെ പരീക്ഷത്താണ്. അത് കാരണം വ്യാസമഹർഷി മഹാഭാരതത്തിലൂടെ പരിശുദ്ധ ഭക്തിയല്ല പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ധർമ്മം എന്താണ്, അധർമ്മം എന്താണ്, അതാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ആ പരീക്ഷത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ഇതൊക്കെ അടിയനെങ്ങനെ മനസ്സിലാവുന്നു? ഗുരുപരമ്പര ആചാര്യന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കുന്നു. അന്നേരം നമ്മൾ ഏതൊരു കാര്യം പഠിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു വശം മാത്രം നോക്കാതെ റെഫറൻസ് ബുക്സ്, നമ്മൾ ഈ കോളേജിലും പോകുമ്പോൾ ടെക്സ്റ്റ് ബുക്സ് മാത്രമല്ലല്ലോ, റെഫറൻസ് ബുക്സ് ഉണ്ട്, പ്രൊഫസേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠങ്ങളുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. അന്നേരം അതേപോലെ ഒരു വശം മാത്രം നോക്കരുത്. എന്നിട്ട് നമ്മുടേതായിട്ടുള്ള ഉള്ളിലുള്ള അവഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭഗവാനെയും ഭഗവാന്റെ ലീലകളെ അളക്കാൻ നോക്കരുത്. അത് ശുദ്ധ മണ്ടത്തരമായിരിക്കും. അത് നമുക്ക് ആ യഥാർത്ഥ കോൺസെപ്റ്റ് മനസ്സിലാവത്തില്ല. അങ്ങനെ അടുത്ത നമ്മൾ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ പരീക്ഷിത മഹാരാജ്, ഇത്രയും പരിശുദ്ധ ഭക്തനായ പരീക്ഷിത മഹാരാജ് എങ്ങനെയാണ് ആ കാര്യം ചർച്ച ചെയ്യുക? പിന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന നാരദ മഹർഷിയാണ് ബഹുലാശ്വ രാജാവിനോട് ഇത് പറഞ്ഞത്. അന്നേരം നാരദ മഹർഷി ആരാണ്?
സർവ്വസംഘ പരിത്യാഗിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇന്നത്തെ ഈ ഒരു ചർച്ചയിൽ നിന്ന് പഠിക്കേണ്ടത്. രാസലീല വളരെ പവിത്രമായിട്ടുള്ളൊരു ലീലയാണ്. എന്തിനേറെ പറയുന്നു, ഫലസ്തുതിയായിട്ട് ശുകദേവ ഗോസ്വാമി പറയുന്നു, ആരാണോ രാസലീല ചർച്ച ചെയ്യുന്നത് അവരുടെ ഉള്ളിലുള്ള എല്ലാ കാമവും നഷ്ടപ്പെടുമെന്നാണ്. അത് ചർച്ച ചെയ്യുന്ന വ്യക്തി, കേൾക്കുന്ന വ്യക്തി, അവരുടെ ഉള്ളിലുള്ള കാമശക്തി എല്ലാം നശിക്കുമെന്നാണ് പറയുന്നത്. ഇത് പരിശുദ്ധ പ്രേമമാണ്, ഭഗവാനും ഗോപികമാരുമായിട്ടുള്ള സ്നേഹം എന്നൊക്കെ മനസ്സിലാക്കും. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നാളത്തെ സത്സംഗത്തിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.